ഹേ എവ്രിവൺ, യൂട്യൂബിൽ റെഗുലറായിട്ട് കണ്ടൻറ്റ് പോസ്റ്റ് ചെയ്യുന്നതിൽ ചെറിയൊരു ബ്ലോക്കേജ് വന്നിട്ടുണ്ടായിരുന്നു. സാധാരണ യൂട്യൂബിൽ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് കൺസിസ്റ്റൻ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യണം എന്നുള്ളത്. ഡെയിലി പോസ്റ്റ് ചെയ്യുന്ന ഒരു ഫ്രീക്വൻസിയാണ് സെറ്റ് ചെയ്യുന്നത് എന്നെങ്കിൽ ആ ഫ്രീക്വൻസിയിൽ സ്റ്റിക്ക് ചെയ്തിട്ട് ഡെയിലി പോസ്റ്റ് ചെയ്യുക. വീക്ക്ലി പോസ്റ്റ് ചെയ്യുന്നൊരു സ്കെഡ്യൂളാണ്, ഒരു ഫ്രീക്വൻസിയാണ് സെറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ വീക്ക്ലി പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ പോസ്റ്റ് ചെയ്യുമ്പോഴേ ഓഡിയൻസ് റിട്ടൻഷൻ ഉണ്ടാവുള്ളൂ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അറിയാം. പക്ഷേ എൻ്റെ കേസിൽ ചെറിയൊരു ബ്ലോക്കേജ് വന്നിട്ടുണ്ട്. അതിൻ്റെ കാരണം ഫസ്റ്റ് ജോബ് ചെയ്യുന്ന ടൈമിൽ ഒരു 9 ആൾ വർക്ക് ചെയ്യുന്ന ഒരു ചെറിയ കമ്പനിയാണ്. ആ കമ്പനിയിൽ ഒരു പ്രൊജക്റ്റ് മൊത്തമായിട്ട് ഒരാളായിരിക്കും ഹാൻഡിൽ ചെയ്യുക. ആക്ച്വലി വി വർ മേക്കിംഗ് സ്പെഷ്യൽ പർപ്പസ് മെഷീൻസ് ഉണ്ടാക്കുന്ന ഒരു കമ്പനിയായിരുന്നു. അത് മെക്കാനിക്കൽ പാർട്ടുണ്ട്, സോഫ്റ്റ്വെയർ പാർട്ടുണ്ട്. ഈ സോഫ്റ്റ്വെയർ പാർട്ട് ഞാനായിരുന്നു ഹാൻഡിൽ ചെയ്തിരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ സോഫ്റ്റ്വെയർ മാനേജ് ചെയ്യുന്നത് ഞാനായിരിക്കും. എൻ്റെ സോഫ്റ്റ്വെയർ ഒറ്റയ്ക്ക് മാനേജ് ചെയ്യുമ്പോഴൊരു ബുദ്ധിമുട്ട്, നമ്മൾ ടൈം മുഴുവൻ അതിൽ എൻഗേജ്ഡ് ആവും, സിസ്റ്റമാറ്റിക് ആവണം, എന്നാലേ പ്രൊജക്റ്റ് ഫിനിഷ് ചെയ്യാൻ കഴിയുള്ളൂ. ഇതിൻ്റെ കൂടെ ഒരുപാട് ലേണിങ്സ് ഉണ്ട്. ഒരു എൻ്റെ പ്രൊജക്റ്റ് ഹാൻഡിൽ ചെയ്യാനുള്ള എക്സ്പീരിയൻസും ആ ഒരു നോളജ് നമുക്ക് കിട്ടും. ആ പ്രൊജക്റ്റ് മുഴുവൻ ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യണം. ആ ഒരു ടൈമിലാണ് ഹയറിങ് നടന്നതും. ആ ഹയറിങ്ങിൻ്റെ ടൈമിൽ മൈ ഓൺ ബ്രദർ ഗോട്ട് ഇൻ ടു ദി ജോബിലേക്ക് എൻ്റെ ഓൺ ബ്രദർ വന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ട്രെയിനിങ് ചെയ്യണമല്ലോ. അപ്പോൾ ഐ സ്റ്റാർട്ടഡ് ട്രെയിനിങ്. ഞാൻ എൻ്റെ ബ്രദറിന് ട്രെയിൻ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അതുവരെ ഈ ട്രെയിനിങ്ങിനെ പറ്റിയിട്ടൊന്നും എനിക്ക് അറിയണ്ടായിരുന്നില്ല. ഓക്കെ, ട്രെയിനിങ് എത്രത്തോളം പവർഫുള്ളാണ്, ട്രെയിനിങ് സൊസൈറ്റിയിലേക്ക് കൊടുക്കുന്ന വാല്യൂവിൻ്റെ ഡെപ്തൊന്നും എനിക്ക് അറിയണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ട്രെയിൻ ചെയ്യാൻ തുടങ്ങി. സ്വാഭാവികമായിട്ടും ട്രെയിൻ ചെയ്യാൻ തുടങ്ങിയപ്പോൾ കുറച്ച് കാര്യങ്ങൾ സംഭവിച്ചു. അവിടെ എൻ്റെ ബിസി സ്കെഡ്യൂളിലുള്ള ഐറ്റംസ് എല്ലാം ഞാൻ ട്രെയിൻ ചെയ്തിട്ടുള്ള ബ്രദറിന് ഡെലിഗേറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഡെലിഗേറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അവന് ഓപ്പർച്യൂണിറ്റി കിട്ടി, അവന് വളരാൻ പറ്റി, അവനക്ക് ലേൺ ചെയ്യാൻ പറ്റി. എനിക്ക് ഇതിൻ്റെ മേലുള്ള കാര്യങ്ങൾ പഠിക്കാനും പറ്റി. പറഞ്ഞ് മനസ്സിലായില്ലേ? അതായത് എൻ്റെ ടാസ്കെല്ലാം ഞാൻ ഡെലിഗേറ്റ് ചെയ്തു, അവനെ ട്രെയിൻ ചെയ്തപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ ലെവൽ വിട്ടിട്ട് അതിൻ്റെ മേലോട്ട് കയറാൻ പറ്റി. ഞാൻ കുറച്ചുകൂടി ഹൈ ലെവലിലുള്ള ടാസ്കുകളായിരിക്കും ചെയ്യുക. ആ രീതിയിൽ മാറ്റപ്പെട്ടു. അപ്പോൾ എനിക്ക് മനസ്സിലായത് ട്രെയിനിങ് ചെയ്താൽ സൊസൈറ്റിക്ക് നല്ല വാല്യൂ ഉണ്ട്. അതായത് നമ്മളെ താഴെയുള്ളവരെ നമുക്ക് അപ്സ്കിൽ ചെയ്തിട്ട് അവർക്ക് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കാം, അതുപോലെ തന്നെ നമുക്കും അപ്സ്കില്ല് ചെയ്യാം, നമ്മളുടെ ലെവലും കൂട്ടാം. ഈ ഒരു ഐഡിയ നല്ല രീതിയിൽ സ്ട്രൈക്കായി. അതിനുശേഷം ട്രെയിനിങ്ങിലേക്ക് പാഷൻ വന്നു. കാരണം ഇത്രയധികം വാല്യൂ കൊടുക്കുന്ന ഒരു സംഭവം, ഒരു ആക്ടിവിറ്റിയാണ് ട്രെയിനിങ് എന്നുള്ളത്, അല്ലെങ്കിൽ കോച്ചിങ് എന്നുള്ളൊരു കാര്യമൊക്കെ മനസ്സിലായി. നമ്മളെ ലെവൽ താവുന്നില്ല, നമ്മളും പൊങ്ങുകയാണ്, അതിൻ്റെ കൂടെ നമ്മളുടെ താഴെയുള്ള ആൾക്കാരും പൊങ്ങുകയാണ്. അതിനുശേഷം രണ്ടാമത്തെ കമ്പനി മാറിയപ്പോൾ ഞാൻ കൂടുതലും ട്രെയിനിങ്ങിൽ ഫോക്കസ് ചെയ്യാൻ തുടങ്ങി. വർക്കും ചെയ്യും, കൂടെ ട്രെയിനിങ്ങും ചെയ്യും. സാധാരണ ഉള്ളൊരു ബിലീവ് ഉണ്ട്, ഒരു തെറ്റായുള്ള ധാരണ ഉണ്ട്, നമ്മൾ മറ്റുള്ളവരെ ട്രെയിൻ ചെയ്താൽ നമ്മളുടെ ഓപ്പർച്യൂണിറ്റി പോവോ എന്നുള്ളൊരു പേടി. ആ ഒരു പേടി കാരണം ചിലരൊന്നും, അറ്റ്ലീസ്റ്റ് ചുരുക്കം ചിലരെങ്കിലും ട്രെയിനിങ്ങിന് നിൽക്കില്ല. അവർ സ്വന്തമായിട്ട് അപ്സ്കില്ല് ചെയ്ത് മാത്രം പോകും, മറ്റുള്ളവരെയും കൂടി അപ്സ്കില്ല് ചെയ്യില്ല. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ കമ്പനിയിൽ ഞാൻ ഫുൾ ട്രെയിനിങ് ആയിരുന്നു. പിന്നെ അവിടെ വെച്ചിട്ടൊക്കെ ഒരു കാര്യം മനസ്സിലായി, ഏതൊരാളെ ട്രെയിൻ ചെയ്യുമ്പോഴും ഞാൻ ആ ട്രെയിനിങ് ഏതെങ്കിലും രീതിയിൽ റെക്കോർഡ് ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ ഒരു 1-on-1 ട്രെയിനിങ് ആണെന്നുണ്ടെങ്കിലും ഒരു സൂം ഓപ്പൺ ആക്കി മൈക്കൊക്കെ കണക്ട് ചെയ്ത് നമ്മളുടെ വോയിസും അതുപോലെ തന്നെ ഈ ലാപ്ടോപ്പിൽ ഒരു പെൻസിലൊക്കെ ഉപയോഗിച്ചിട്ട് വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ പറയുന്നത് എൻ്റെ ട്രെയിൻ കേൾക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഇതെല്ലാം റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട്. അങ്ങനെ ആയപ്പോൾ ഒരു കോണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ എഫക്റ്റീവ്നെസ് മനസ്സിലായി. കാരണം അടുത്തൊരു ബാച്ചിനെ ഹയർ ചെയ്യുമ്പോൾ ഈ സെയിം കോണ്ടൻറ്റ് അവർക്ക് കൊടുത്താൽ മതി. അവർ നല്ല രീതിയിൽ പെർഫോം ചെയ്താലേ അവർക്ക് ഈ ജോബിൽ പിടിച്ചു നിൽക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ റെക്കോർഡഡ് വീഡിയോസ് എല്ലാം 2-3 പ്രാവശ്യം കണ്ടിട്ട് അവർ എന്തായാലും പഠിക്കും. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നതിൻ്റെ യൂസ്, അതായത് ഒരു കോണ്ടൻറ്റ് ഉണ്ടാക്കുന്നതിൻ്റെ യൂസ്. അതിലാണ് എനിക്ക് കോണ്ടൻറ്റ് ക്രിയേഷൻ താല്പര്യമായിട്ട് വന്നത്. നമുക്കറിയാവുന്ന ഇൻഫർമേഷൻ മറ്റുള്ളവരെ പഠിപ്പിക്കുക, സ്ട്രാറ്റജി ആണെന്നുണ്ടെങ്കിലും ഇൻഫർമേഷൻ ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും ലൈഫ് ഹാക്സ് ആണെന്നുണ്ടെങ്കിലും മെൻറ്റൽ ട്രിക്ക് ആണെന്നുണ്ടെങ്കിലും ബ്രെയിൻ ഹാക്ക് ആണെന്നുണ്ടെങ്കിലും ഏതായാലും ഒരു കോണ്ടൻറ്റ് ആക്കിയിട്ടാൽ അത് മറ്റുള്ളവർക്ക് യൂസ്ഫുൾ ആവും, അതൊരു പ്രോഡക്റ്റായിട്ട് മാറും. ഒന്നാണ് കോണ്ടൻറ്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ ഒരു പ്രശ്നമുണ്ട് ഇവിടെ. കോണ്ടൻറ്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം എനിക്കൊരു സിസ്റ്റമാറ്റിക്കായിട്ട് ഒരാളെ ട്രെയിൻ ചെയ്യാൻ എനിക്ക് കഴിയുണ്ടായിരുന്നില്ല. ഫോർ എക്സാമ്പിൾ, എനിക്കുള്ളൊരു സ്കില്ലാണ് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല്. ഓക്കെ, ഞാനതൊരു സ്കില്ലാണെന്ന് പറയാൻ കാരണം ഐ സ്റ്റഡീഡ് ഇൻ മലയാളം മീഡിയം. അതുപോലെ തന്നെ ഈ M.Tech കഴിഞ്ഞിട്ടും എനിക്ക് കാര്യമായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാനൊന്നും കഴിയുന്നുണ്ടായിരുന്നില്ല. ഓക്കെ, അതിൻ്റെ ശേഷം ഒരു 6 മാസം കുത്തിയിരുന്ന് പഠിച്ചിട്ടാണ്
ഇംഗ്ലീഷ് എന്തെങ്കിലുമൊക്കെ പഠിച്ചതും പ്രാക്ടീസ് ചെയ്തതും എല്ലാം സെൽഫ് ലേൺഡാണ്. അപ്പോൾ ഒരു സിറ്റുവേഷനിൽ നമുക്ക് സർവൈവൽ മെൻറ്റാലിറ്റി വന്നാൽ നമ്മൾ നല്ല രീതിയിൽ വർക്ക് ചെയ്യും, എന്നിട്ട് നമ്മളുടെ ആ ഗോളിലേക്ക് എത്തും എന്നുള്ളൊരു ഐഡിയ എനിക്ക് മനസ്സിലായി. അപ്പോൾ സർവൈവ് ചെയ്യണം എന്നുള്ളൊരു ബോധം നമുക്ക് വന്നാൽ സ്വാഭാവികമായിട്ടും നമ്മൾ നല്ല ഹാർഡ് വർക്ക് ചെയ്യുകയും ചെയ്യും, നമ്മൾ ആ ഗോൾ അച്ചീവ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ആ സർവൈവൽ മെൻറ്റാലിറ്റിയോട് കൂടിയിട്ട് 6 മാസം കുത്തിയിരുന്ന് പഠിച്ചിട്ടാണ് ഇംഗ്ലീഷ് ലെവലാക്കിയത്. നല്ല രീതിയിൽ ഇംഗ്ലീഷിൻ്റെ പ്രശ്നം ഒരാൾ ഫേസ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എന്തായാലും കുറഞ്ഞ ടൈം കൊണ്ട് തന്നെ അവർക്ക് പഠിച്ചെടുക്കാം. പക്ഷേ എനിക്കൊരു സിസ്റ്റമാറ്റിക്കായ രീതിയിൽ ഇത് ട്രെയിൻ ചെയ്തെടുക്കണമായിരുന്നു. അതിനൊക്കെ ട്രെയിനിങ് സ്കില്ലില്ല. അപ്പോൾ പ്രോപ്പറായിട്ട് ട്രെയിനിങ് എങ്ങനെ കൊടുക്കുക എന്നുള്ളത് എനിക്ക് പഠിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഡൂൾ സ്കൂൾ ഓഫ് ഇംഗ്ലീഷ് കോട്ടക്കലിൽ പോയിട്ട് ഞാൻ ജോയിൻ ചെയ്തത്. ഒരു ഇംഗ്ലീഷ് ട്രെയിനിങ് എങ്ങനെയാണ് കൊടുക്കുക, അതിൻ്റെ പ്രോപ്പർ രീതി എങ്ങനെയാണ്, സ്പോക്കൺ ഇംഗ്ലീഷ് എങ്ങനെ കൊടുക്കും, ഈ കാര്യങ്ങളെല്ലാം ഞാൻ അവിടുന്ന് പഠിച്ചു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ബേസിക് കോണ്ടൻറ്റ് കുറേ ഫീഡ് ചെയ്തിട്ട് കാര്യമില്ല. അവരെ സംസാരിപ്പിക്കണം, മിസ്റ്റേക്ക് കറക്റ്റ് ചെയ്യണം, അവർക്ക് ഓപ്പർച്യൂണിറ്റീസ് നൽകണം, കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനുള്ള ടെക്നിക്സുകൾ യൂസ് ചെയ്യണം. ആ കാര്യങ്ങളൊക്കെ എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്. അവിടെ പോയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഇപ്പോൾ നമ്മുടെ ടോപ്പിക് എന്തുകൊണ്ടാണ് കണ്ടൻറ് ക്രിയേഷൻ ടെമ്പററിലി സ്റ്റോപ്പ് ആയത് എന്നുള്ളതാണ് ടോപ്പിക്ക്. അവിടെ പോയതുകൊണ്ട് തന്നെ ഇതിൽ കമ്മിറ്റ്മെൻറ്റ് പകുതി ഇവിടെ പോയി. ഒരു ഫ്രീക്വൻസി കുറച്ചിട്ട് മന്ത്ലി വൺസ് അല്ലെങ്കിൽ വീക്ക്ലി വൺസ് അങ്ങനെ ഇട്ടാൽ മതിയായിരുന്നു. പക്ഷേ സംഹൗ ഇറ്റ് ഹാപ്പൻഡ്. എനിക്കിപ്പോൾ ഒരാളെ ട്രെയിൻ ചെയ്യാൻ കഴിയും പ്രോപ്പറായിട്ട്. ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷനിൽ ഒരാൾ നല്ല രീതിയിൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഐ ക്യാൻ ട്രെയിൻ യു, ഐ ക്യാൻ മേക്ക് ദം സ്പീക്ക് ലൈക്ക് എ പ്രൊഫഷണൽ സ്പീക്കർ. ദിസ് ഇസ് മൈ കോൺഫിഡൻസ്. ഞാനിപ്പോൾ ഓൾറെഡി കുറേ ആൾക്കാരെ ട്രെയിൻ ചെയ്തു, അവർക്കൊക്കെ നല്ല രീതിയിൽ റിസൾട്ട് ഉണ്ട്. ഓൾറെഡി ഇന്നലെ ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തു ഒരാളുടെ റിസൾട്ട് കാണിച്ചിട്ട്. ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ, നല്ല രീതിയിൽ നീഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരാളെ ട്രെയിൻ ചെയ്യാൻ എനിക്ക് കഴിയും. കണ്ടൻറ് ക്രിയേഷൻ ടെമ്പററി സ്റ്റോപ്പ് ആവാനുള്ള കാരണം I want to learn training and I want to train you guys. Okay, that is one reason. അതിനുശേഷം കോണ്ടൻറ് ക്രിയേഷൻ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ കാരണം ഓൾറെഡി ഞാനിപ്പോൾ അവിടെ പഠിച്ച കാര്യങ്ങളും ട്രെയിനിങ്ങിൽ എങ്ങനെ ട്രെയിൻ ചെയ്യണം എന്നുള്ള കാര്യങ്ങളും സെൽഫ് ലേൺ എങ്ങനെ ചെയ്യുക എന്നുള്ള കാര്യങ്ങളും ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ട് ഞാൻ കോണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യും. ആ കോണ്ടൻറ്റ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് കരുതുന്നു. കൺസിസ്റ്റൻ്റ് ആയിട്ട് എനിക്ക് മനസ്സിലായി ഇപ്പോൾ കൺസിസ്റ്റൻസി എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്, ഒരു സിസ്റ്റം എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളിപ്പോൾ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ റിലയബിളായിട്ട് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസും എനിക്കിപ്പോൾ മനസ്സിലായി. സോ ഗോയിങ് ഫോർവേഡ് വാട്ട് ഐ എം പ്ലാനിങ് ഈസ് ഡെയിലി വൺ കോണ്ടൻറ്റ് ഐ വിൽ ബി പോസ്റ്റിംഗ് ഓൺ യൂട്യൂബിൽ ഡെയിലി ഓരോ കണ്ടൻറ്റ് ഓരോ ദിവസവും പോസ്റ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള നിങ്ങളുടെ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്ന രീതിയിലുള്ള കോണ്ടൻറ്റ് ഉണ്ടാവും. സോ സ്റ്റേ ട്യൂൺഡ്. ദാറ്റ് ഈസ് വൺ റീസൺ. ഭാവിയിൽ ഏതെല്ലാം രീതിയിലുള്ള കോണ്ടൻറ്റുകൾ നിങ്ങൾക്ക് ഈ ചാനലിൽ നിന്ന് പ്രതീക്ഷിക്കാം എന്നുള്ള കാര്യം കൂടിയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഓഫ് കോഴ്സ് കമ്മ്യൂണിക്കേഷൻ, ജസ്റ്റ് സ്പോക്കൺ ഇംഗ്ലീഷ് അല്ല, മോർ ദാൻ സ്പോക്കൺ ഇംഗ്ലീഷ്, ബിയോണ്ട് സ്പോക്കൺ ഇംഗ്ലീഷ്. ഇറ്റ്സ് ലൈക്ക് എ കമ്മ്യൂണിക്കേഷൻ കോച്ച്. ഹൗ ടു കമ്മ്യൂണിക്കേറ്റ് എഫക്റ്റീവ്ലി ആൻഡ് കോൺഫിഡൻ്റ്ലി ആൻഡ് ഇമോഷണലി. കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ ആൾക്കാർ എങ്ങനെ എത്രത്തോളം അടിപൊളിയായിട്ട് ലിസൺ ചെയ്തിരിക്കും. നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ ആൾക്കാർക്ക് കേട്ടിരിക്കാൻ തോന്നണം. ആ രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഐ ക്യാൻ ട്രെയിൻ യു. ഓക്കെ, ദാറ്റ് ഈസ് ദ ഫസ്റ്റ് കോണ്ടൻറ്റ് ദാറ്റ് ഐ എം ഗോയിങ് ടു ഡെലിവർ. രണ്ടാമത്തെ കോണ്ടൻറ്റ് ടൈപ്പ് ഡിജിറ്റൽ ലൈഫ് മാനേജ്മെൻ്റ് ആയിരിക്കും. നമ്മളിപ്പോൾ ഡിജിറ്റൽ ഇൻഫോർമേഷൻ കൊണ്ട് ഓവർലോഡഡാണ്. ഒരുപാട് ഇൻഫർമേഷൻ ഉണ്ട്, ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഈ ഇൻഫർമേഷൻസ് എല്ലാം നമുക്ക് എന്തായാലും മാനേജ് ചെയ്യാനോ ലേൺ ചെയ്യാനോ ഒന്നും കഴിയില്ല. ഇവിടെ നമുക്ക് മാസ്റ്റർ ആണെന്നുണ്ടെങ്കിൽ പ്രയോറിറ്റൈസ് ചെയ്യണം, നമ്മൾ ഫോക്കസ് ചെയ്യണം. എത്രത്തോളം ഡൈവേഴ്സിഫൈ ആവുന്നോ, അതായത് ഇൻഫർമേഷൻ എത്രത്തോളം ഡൈവേഴ്സിഫൈ ആവുന്നോ അത്രത്തോളം ഫോക്കസ്ഡ് ആയിട്ട് നമ്മൾ നീഷ സെറ്റ് ചെയ്ത് മുന്നോട്ട് പോകണം. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് ഇൻഫർമേഷൻ മാനേജ് ചെയ്യാനും അത് ക്യാപ്ചർ ചെയ്യാനും അത് ഡോക്യുമെൻ്റ് ചെയ്യാനും അത് ഓർഗനൈസ് ചെയ്യാനും നോഷനാണ് ഉപയോഗിക്കുന്നത്. ബെറ്റർ ടൂൾസ് അവിടെ ഉണ്ടാവാം. ഐ ആം യൂസ്ഡ് ടു നോഷൻ. ഞാൻ നോഷൻ യൂസ് ചെയ്ത് വളരെ എഫക്റ്റീവായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. സോ മേ ബി ഇഫ് ഐ ഫൈൻഡ് ഇറ്റ് റിയലി യൂസ്ഫുൾ, if it is changing my life, I can also suggest those techniques to you. നോഷൻ ഉപയോഗിച്ച് ഒരു സെക്കൻഡ് ബ്രെയിൻ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള കാര്യം ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. സോ ദോസ് കോണ്ടൻറ്റ്സ് ആൾസോ വിൽ ബി ദർ. സോ മെയിൻ ഫോക്കസ് ഈസ് ഗോയിങ് ടു ബി കമ്മ്യൂണിക്കേഷൻ, ബിക്കോസ് ഇറ്റ് ഈസ് ദ കോർ, ഇറ്റ് ഈസ് ദ ബേസ്. കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇല്ലാന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല ഭാവിയിൽ. കാരണം AI ഡ്രിവൻ വേൾഡിൽ നമ്മളുടേതായിട്ടുള്ളൊരു കോർ സ്കില്ല് എന്ന് പറയുന്നത് നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് തന്നെ ആയിരിക്കും. എവിടെ പോയാലും പീപ്പിൾ മാനേജ്മെൻറ്റ് സ്കില്ല്, ആൾക്കാരായിട്ട് ഇൻട്രാക്ട് ചെയ്യാനുള്ള സ്കില്ല്, ആൾക്കാരായിട്ട് പെരുമാറാനുള്ള സ്കില്ല്, അടിപൊളിയായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള സ്കില്ല്, ഇംഗ്ലീഷ് സംസാരിച്ചാൽ അവർ കേട്ടിരുന്ന് പോകണം അതിനുള്ള സ്കില്ല്, അവരുടെ ആക്ഷൻസ് ചേഞ്ച് ആക്കാനുള്ള സ്കില്ല്, ഈ കാര്യങ്ങളൊന്നും എവിടെയും പോകില്ല. ഏതൊരു AIയും
ഏതൊരു എ ഐയും ഇത് റീപ്ലേസ് ചെയ്യാൻ പോകുന്നില്ല. ഓക്കെ, സോ ദിസ് ഈസ് വൺ ഓഫ് ദി ബെസ്റ്റ് സ്കിൽ ദാറ്റ് ഐ ക്യാൻ ഓഫർ യു. ഓക്കെ, ഞാനൊരു കമ്മ്യൂണിറ്റി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് താഴ്ത്തു കൊടുക്കാം. യു ക്യാൻ ട്രൈ ഔട്ട്. ഇറ്റ് ഈസ് എ വാട്സപ്പ് ഫ്രീ കമ്മ്യൂണിറ്റി, സോ ചെക്ക് ഇറ്റ് ഔട്ട്. ഓക്കെ, സോ അതിന് ശേഷം ഒരു ഗോൾസ് എങ്ങനെ അച്ചീവ് ചെയ്യാം എന്നുള്ളതും, ഇപ്പോൾ ഗോളല്ല പ്രധാനം, ആ ഗോളിലേക്കുള്ള സിസ്റ്റമാണ് പ്രധാനം എന്നുള്ളത് പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും. സോ ഹൗ ടു മേക്ക് സിസ്റ്റം, ഹൗ ടു ബിൽഡ് സിസ്റ്റം ടു അച്ചീവ് യുവർ ഗോൾ. ഒരു ഗോൾ അച്ചീവ് ചെയ്യാനുള്ള പല പല കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരാം. കാരണം ഓൾറെഡി ഞാൻ കുറച്ച് ഗോൾസൊക്കെ അച്ചീവ് ചെയ്തിട്ടുണ്ട് പല രീതിയിൽ. സോ ദോസ് സിമ്പിൾ ടിപ്സ് ആൻഡ് ട്രിപ്സ് മൈറ്റ് ഹെൽപ്പ് യു ടു അച്ചീവ് യുവർ ഗോൾസ്. സോ stay tuned. These contents is going to be really useful, and if you like this video, consider subscribing to this channel and check out this video in which I was explaining what is Notion and the basics of it, and check out this video in which I am explaining the basics of language learning. Okay, so see you tomorrow.